ഇതിൽ മറ്റുള്ളിടത്ത് കാണാത്തതേ പോട്ടെ, കേരളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാക്ഷരത കേരളം, സുന്ദര കേരളം, 100% എഡ്യൂക്കേഷൻ പീപ്പിൾ, എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ആരുമില്ല. അമ്മൂമ്മയ്ക്ക് വരെ അറിയാം. 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരു പുതിയ തലമുറയില്ല. +2 പഠിക്കാത്ത പെൺകുട്ടികളില്ല. ഡിഗ്രി ഹോൾഡർ ഇല്ലാത്ത ടോപ്പ് ക്ലാസ് ഡിഗ്രിക്ക് മുകളിൽ എഡ്യൂക്കേഷനുള്ള 40-50% കൂടുതലുള്ള ആൾക്കാരുള്ള നാട്. വിദേശത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മനുഷ്യര്, വിദേശത്ത് പോയി വരുന്നതിൽ ഏറ്റവും മുന്നിലുള്ളവര്, ഇവരിലൊന്നും ഒരു മാറ്റവും കാണുന്നില്ല. വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യും, അറബി നാട്ടിൽ പോയി ജോലി ചെയ്യും, തിരിച്ചിവിടെ വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും. അവിടെ പോയി അവന്റെ പൈസ എടുക്കും. ഇവിടെ നിന്ന് യൂറോപ്പിൽ പോകും ജോലി ചെയ്യും, തിരിച്ചു വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും. ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകും ജോലി ചെയ്യും, തിരിച്ചു വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും, തനി ജാതിസം കാണിക്കും, തനി മതം കാണിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് അവിടെയും പോയിട്ട് ഇപ്പോൾ ഇതൊക്കെ കാണിക്കണമെന്നാണ് എൻ്റെ അറിവ്. അത്രയ്ക്ക് മൃഗീയമായിട്ട് കുത്തിവെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ജാതിസം അല്ലെങ്കിൽ മതം. പിന്നെ മതം മാറുകയെങ്കിലും ചെയ്യാം, ജാതിസം മാറിയില്ല. എന്ത് ഫോഷ്കാണ്! വെറും 4000 വർഷത്തെ പാരമ്പര്യമാണ് ഈ ജാതിസത്തിനുള്ളത്. വെറും 4000 വർഷത്തെ പാരമ്പര്യമുള്ളൂ ജാതിസത്തിന്. അത് നമ്മുടെ ഏഷ്യ സംസ്കാരത്തിൽ മാത്രം ഉള്ളതാണ്. ഏഷ്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളിനിപ്പോൾ ഇന്ത്യ എന്ന് പറയണത് ഇന്ത്യ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംസ്കാരമൊന്നും അല്ല. ഏഷ്യ സംസ്കാരത്തിലുള്ളത് വെറും 4000-4500 വർഷത്തിനകത്തേ ഉള്ളൂ ഈ പാരമ്പര്യം. അതിനകത്താണ് ഇതുണ്ടായത്. അത് പലരുടെയും അടക്കിവാണ് പോയത്. ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അത്രയും അതിലോട്ട് പോകണില്ല. ഇനി ബാക്കി കാര്യം നിർത്തണം. ഈ ജാതിസം ഈ സിനിമ നന്നായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേർക്ക് എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് അറിയാം. ഡയറക്റ്റ് പറഞ്ഞാൽ ആരും കേൾക്കൂല. അതുകൊണ്ടാണ് ഈ കുട്ടികൾ എവിടെയെങ്കിലും പോയി ഡയറക്റ്റ് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും. ഒരു സ്കൂളിൽ പോയി പറഞ്ഞാൽ കേൾക്കൂ, ഒരു ഓപ്പൺ വേദി പറഞ്ഞാൽ കേൾക്കൂ, ഒരു കോളേജിൽ പോയി പറഞ്ഞാൽ കേൾക്കൂ, ഒരു മത സ്ഥാപനത്തിൽ പറഞ്ഞാൽ കേൾക്കൂ. ഒരിടവും കേൾക്കൂല. എല്ലാവരും അതാത് പേരുടെ ജാതിയോ മതവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ തലമുറയിലെ പിള്ളേർക്കറിയാം എവിടെ കൂടെ അത് പറയണമെന്ന്. അതവർ സിനിമയിൽ കൂടെ പറയുകയാണ്, ലൈറ്റ് സ്ക്രിപ്റ്റിൽ കൂടെ പറയുകയാണ്. ഇങ്ങനെ മനുഷ്യന്റെ അകക്കാമ്പിന്റെ അന്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു തീജ്വാല തന്നെയാണ് ജാതിയും മതവും. അതിൽ മതം മാറാം, ജാതി മാറാൻ പറ്റൂല എന്ന് തെളിയിച്ച് പിള്ളേർ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഡൂട്ട്. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ തികഞ്ഞ അഭിനന്ദനങ്ങൾ. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കാൻ പറഞ്ഞു വെച്ചാൽ 10ൽ 10 സ്റ്റാർ ഞാൻ സ്ക്രിപ്റ്റ്